ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീത ന്യൂസ് മം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഓണം സെലിബ്രേഷൻ വ്ളോഗിലോട്ടാണ് കേട്ടോ. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഗൾഫുകാർക്ക് ഇനി നെക്സ്റ്റ് ഒരു സെലിബ്രേഷൻ, നെക്സ്റ്റ് ഒരു ഫെസ്റ്റിവൽ വരുന്നത് വരെ നമ്മളുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ പോകുന്ന എൻ്റെ ഹസ്ബൻഡ് അബിയുടെ ഒരു ക്രിക്കറ്റ് ഗ്യാങ് ഉണ്ട്. ക്രിക്കറ്റ് ഗ്യാങ്ങിൻ്റെ പേരാണ് സത്വ സ്ട്രൈക്കേഴ്സ്. സത്വ സ്ട്രൈക്കേഴ്സിൻ്റെ ഓണം സെലിബ്രേഷനിലോട്ടാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓണം, ക്രിസ്മസ്, ഈദ് ഇതെല്ലാത്തിനും നമ്മളൊരു ഗെറ്റ് ടുഗദർ വെക്കാറുണ്ട്. ഇന്ന് ഓണസദ്യ കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നത് അല്ലാതെ നെസ്റ്റോയിൽ അകത്തുള്ള ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. തനിക്കുട്ടിനെ സദ്യയെക്കാട്ടിലൊക്കെ മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പോൾ കുട്ടികളാണ്. കുറേ കുട്ടികൾ വെളിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അഭിയും വിളിച്ചുകൊണ്ട് കുട്ടികളുടെ അടുത്തോട്ട് പോവുകയാണ്. തനിക്കുട്ടനാണെങ്കിൽ ചെറിയ കുട്ടികളും അതേപോലെ തനിക്കുട്ടൻ്റെ ഒരു ഏജിലുള്ള കുട്ടികളും തനിക്കുട്ടിനെ എടുക്കണം കാണുമ്പം. എന്താ തരത്തിൽ അവർക്കൊരു ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ എടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും സദ്യ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ടൈം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:30 ആയി. കാരണം എല്ലാവരുടെയും വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കൂടാതെ നല്ല ഫുഡിൻ്റെ സ്മെല്ല് കണ്ടു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിശപ്പില്ലാത്തവർക്കും വിശപ്പ് വരാൻ തുടങ്ങും. അങ്ങനെ ഇലയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തനുക്കുട്ടന് ക്ഷമ നശിച്ച് അപ്പുറത്ത് അബിയുടെ ഫ്രണ്ടിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്തോട്ട് പോയി തനുക്കുട്ടൻ സീറ്റിൽ നിന്ന് എഴുന്നിട്ട് അവനെ കാണാനായിട്ട് അപ്പുറത്ത് പോയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളുടെ ഫുഡൊക്കെ വന്നു. സദ്യ എന്ന് പറയുമ്പം നമ്മളുടെ നോർമൽ ഓണസദ്യക്ക് ഉള്ള എല്ലാ വിഭവങ്ങളും അവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ കുറേ ആൾക്കാരാണെങ്കിൽ, കുറച്ച് പേരാണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് മടുത്തിട്ട് സദ്യയുടെ ഓണസദ്യയുടെ മറവിൽ ബീഫ് ഓർഡർ ചെയ്ത് കഴിച്ച ടീമും ഉണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ സ്ഥലങ്ങൾ കൊല്ലം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഓണം എന്ന് പറയുമ്പോൾ തിരുവോണസദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ്. സത്യത്തിൽ തിരുവോണം കഴിഞ്ഞു. സോ നമുക്ക് നോൺ വെജ് ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ സദ്യ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡിഷസും ഉണ്ടായിരുന്നു. ശർക്കര വരട്ടി, ഉപ്പേരി, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിപ്പുളി, അവിയൽ, തോരൻ, പയറ് മെഴുക്കുരട്ടി, മറ്റേ കാളൻ, കൂട്ടുകറി. പിന്നെ ഇത് കൂടാതെ ആണെങ്കിൽ നമുക്ക് ഒരു ഡിസ്പോസിബിൾ കപ്പിൽ നമ്മളുടെ പച്ചമോരും രസവും പായസവും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ടീമാണെങ്കിൽ സദ്യയെ വേണ്ടാന്ന് പറഞ്ഞ് ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് കഴിച്ച ടീംസും ഉണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് ഫുഡെന്ന് പറയാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏത് ടൈമിലാണെങ്കിലും നമ്മൾ കഴിക്കുക. പിന്നെ ആണെങ്കിൽ തനുക്കുട്ടൻ്റെ പായസം തനുക്കുട്ടൻ കഴിച്ചില്ല. സോ ഞാൻ എൻ്റെ പായസം തനുക്കുട്ടൻ്റെ പായസം കൂടെ ഇലയിലിട്ട് പഴം ഇട്ട് കൂട്ടി നല്ലപോലെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു പായസം. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലോട്ട് പോയി. കുട്ടികളുടെയും മുതിർന്നവരുടെ എല്ലാവരുടെയും ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ മാത്രം കുറച്ച് ഗെയിമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, വലിയവരുടെ എടുക്കാൻ പറ്റിയില്ല. സോ മിഠായി പറക്കായിരുന്നു ഫസ്റ്റ്. തനിക്കൊണ്ട് മിഠായി പറക്ക് എന്താണെന്ന് ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് കാണുമ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ചെറിയ മറ്റേ ക്ലബിലൊക്കെ ഓണപ്പരിപാടി നടത്താം. അതിന് ഞാനും പോയി ഇതേപോലെ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. തനിക്കുട്ടൻ മിഠായി പറക്കുമ്പം കുറച്ച് പറക്കി വെക്കും, അത് മറ്റേ കൈ കൂടെ ഉതിർന്ന് മറ്റേ ഇത് പോവുകയും ചെയ്യും. അങ്ങനെ തനിക്കുട്ടൻ 9 ചോക്ലേറ്റ്സ് കിട്ടി. അങ്ങനെ അടുത്തെന്ന് പറയുമ്പം ഗെയിം എന്ന് പറയുമ്പോൾ പാസിംഗ് ദ ബോൾ ആയിരുന്നു. സോ തനിക്കുട്ടിന് അതിനും ഗെയിമിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് ബോൾ പാസ് ചെയ്യണമെന്ന്. സോ അവൾ കളിച്ചു, മാക്സിമം അവൾ കളിച്ചു. ഒരു 2nd പ്ലേസ് വരെ അവളെത്തി കളിച്ചു. തനിക്കുട്ടൻ ഹാപ്പിയായി. സെക്കൻഡ് പ്രൈസ് കിട്ടി. അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരുടെയും വീടുകളിലേക്ക് മടങ്ങി. ആ സമയത്താണ് തനിക്കുട്ടൻ പറയാൻ തനിക്കുട്ടൻ ഒരു കാര്യം പറയണം എന്ന്. അത് നിങ്ങൾ കണ്ടു നോക്കൂ.